കുട്ടികളെ ശാസിക്കാൻ പാടില്ല, ചെറുതായി പോലും ശിക്ഷിക്കാൻ പാടില്ല. അവരെ കംഫർട്ട് സോണിൽ തന്നെ വളർത്തണം. അവരോട് കാര്യങ്ങളൊക്കെ സാവധാനത്തിലെ പറഞ്ഞ് ചെയ്യിക്കാവൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേറ്റർമാരുടെയും ഉപദേശികളുടെയും കൗൺസിലർമാരുടെയും ഒക്കെ കാര്യമാണ്. എന്നാൽ ഈ പാവപ്പെട്ട വീട്ടിലെ ഈ അമ്മയെ ഒന്ന് നോക്കൂ. രാവിലെ തണുത്ത കാലാവസ്ഥയിൽ പുതച്ചു മൂടി കിടന്നുറങ്ങേണ്ട കുട്ടികളെ വിളിച്ചുണർത്തി ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത്. കടുത്തതെന്ന് നമുക്ക് തോന്നാവുന്ന ചില ശിക്ഷണ നടപടികളിലൂടെയാണെങ്കിൽ പോലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ കുട്ടികൾ എത്രമാത്രം ചുറുചുറുക്കുള്ളവരും കാര്യശേഷിയുള്ളവരും ഉത്സാഹശീലരും ആണെന്ന് നോക്കൂ. കഠിനമായ വ്യായാമ മുറകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനും ദൈവവിശ്വാസം പുലർത്തുന്നതിനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം കടുത്ത ശിക്ഷണത്തിലൂടെ ഈ കുട്ടികൾ നാളെ മാതൃകാ പൗരന്മാരായിക്കൊള്ളണമെന്നോ പരീക്ഷകളൊക്കെ വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമെന്നോ അല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ നാളെ മയക്കുമരുന്നിനോ അടിമകളാവുകയില്ല. ഇവർ അലസന്മാരാവുകയില്ല. ജീവിതത്തിലെ ഏത് കടുത്ത സാഹചര്യങ്ങളും നേരിടാൻ ഇവർ പ്രാപ്തരായിരിക്കും എന്ന് ഉറപ്പാണ്.